ഹാപ്പി വിഷു. ഗിഫ്റ്റ് കിട്ടിയാണ് എനിക്ക് ഞങ്ങളുടെ കൂടെ എന്നും. എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും വിഷു ആശംസകൾ. പഠിച്ചു വെച്ച സെന്റൻസ് അത് കറക്റ്റായി പറഞ്ഞു. ഇതാണ് ഞങ്ങളുടെ എല്ലാ പ്രാവശ്യവും ഞങ്ങള് ഒരേപോലെ. അതെ, ഇപ്രാവശ്യം നമ്മൾ കുറച്ച് കോൺട്രാസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്തതാണ്. പിന്നെ ഈ പിങ്ക് ഞാൻ സെലക്ട് ചെയ്തത് നന്നായിട്ടില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കോംപ്ലിമെന്ററി പറഞ്ഞാണ്. ഓക്കെ, പിന്നെന്താ, ഈ വർഷം ഞങ്ങൾക്ക് വിഷു കുറച്ചുകൂടി സ്പെഷ്യലാണ്. വൈ എന്ന് പറയൂ? ബേബി ഈസ് കമ്മിങ്. അടുത്ത വർഷം വിഷു ആഘോഷിക്കാൻ ആദ്യത്തെ വിഷാണ്. അടുത്ത വർഷം വിഷു ആഘോഷിക്കാൻ എല്ലാവരും ട്രൈ ചെയ്യാം. കാര്യങ്ങളൊക്കെ നന്നായി നടക്കട്ടെ. പിന്നെ എല്ലാവരും വിഷാണ്. എല്ലാവരും സെറ്റായിട്ട് അടിപൊളിയായിട്ട് വിഷു സെലിബ്രേറ്റ് ചെയ്യുക. ഈ വർഷം എല്ലാവർക്കും നന്നായി പോട്ടെ. സോ നമ്മുടെ വിഷു എങ്ങനെയാണ് നമുക്ക് കാണാം. ഞാൻ നമ്മുടെ മൂന്നാമത്തെ വിഷു ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം വിഷു കുറച്ചും കൂടി സ്പെഷ്യലാണ്. കുഞ്ഞാവ് വൈകുന്നുണ്ട്. അടുത്ത വർഷം വിഷു കല്യാണം 3 പേരുണ്ടാവും അല്ലേ? ഒരാളും കൂടി ഫാമിലിയിൽ. പിന്നെ നമ്മുടെ ഇപ്രാവശ്യം അത്യാവശ്യ സാധനങ്ങളെല്ലാം വാങ്ങിയിരുന്നു. പിന്നെ എപ്പോഴും വാങ്ങുന്നതിന്റെ പൂക്കള് ടീച്ചർ നടന്ന് വാങ്ങിയിട്ട് വന്നു. പിന്നെന്താ, പടക്കം എല്ലാം റെഡിയാക്കി. അല്ലേ, ഏകദേശം ഓൾമോസ്റ്റ് സെറ്റാണ്. ഇപ്പോൾ നൈറ്റ് 10:30 ആയിരുന്ന സമയം. ഇനി ഇതെല്ലാം ഒരുക്കി അമ്മയാണ് കണി വെക്കുന്നത്. യൂഷ്വലി എല്ലാ വർഷത്തെയും പോലെ അമ്മ കണിയൊക്കെ ഒരുക്കും. ഞങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞാൽ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അങ്ങനെയൊക്കെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. സീരിയസ്ലി ഇത്രയും എഫേർട്ട് എടുത്താണ്, സ്വയം ചെയ്തതാണ്. പോയ വർഷത്തെ വീഡിയോ കണ്ടാ മനസ്സിലാവേ, എനിക്ക് പൂ കെട്ടാൻ പഠിപ്പിച്ചു തന്നത് ഗീതാമ്മയാണ്. സൂചി നൂല്. കാരണം ഗീതാമ്മക്ക് നന്നായിട്ട് പൂ കെട്ടാൻ അറിയാം. അല്ലെങ്കിൽ പിന്നെന്താ, ഞങ്ങൾ സൂചി വല്ലവരും പുല്ലും ആയതെല്ലാം മാറും. ഞങ്ങൾ ഉള്ളതിലും ചെയ്യും. ഞങ്ങൾ സൂചി വേണ്ട നൂലും വേണ്ട. ഞങ്ങൾ വെറുതെ ഒട്ടിച്ച് വയ്ക്കും. ചായ പാല് വേണ്ട തങ്കമ്മ. അയ്യോ, അവർക്ക് പാല് എടുത്ത് തരാത്തേ. ഞാൻ മാത്രമേ ഇവിടെ ആകെ പണിയെടുക്കുന്നുള്ളൂ. ഇതപ്പൊ വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോ ഗീതമ്മ വന്ന് സൂചി നൂലെടുത്ത് കൊത്താൻ തുടങ്ങി. ഒരാൾ വന്നിരുന്നു. അതാണ് സത്യാവസ്ഥ. ഞാൻ പാലെടുക്കാൻ പോയത്. അതിനുശേഷം വന്നിട്ട് ഞാൻ ചെയ്യും. ഞാൻ പൂ കെട്ടി കാണിക്കും. കാണിക്കും പാപ്പ. നമ്മൾ ചൂടാക്കിയതല്ലേ? ചൂടാക്കണപ്പാ. ചൂടാക്കി പാപ്പ. ഗീതാമ്മയ്ക്ക് കൊടുക്കും. ഹോർലിക്സ് 2 കൊടുത്തപ്പാ. ചടങ്ങല്ല, കൊറേ നേരം തീരുന്നില്ല മാത്രം. പാലാവുമ്പോഴേക്കും ഞാൻ എന്തൊക്കെ ഉള്ളതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇല്ല, എല്ലാ കാര്യങ്ങളും അങ്ങനെ തിളക്കില്ല. ഞാൻ എക്സ്പേർട്ടാണ് കാര്യത്തിൽ. യു നോ ഐ ആം എക്സിക്യൂട്ടീവ് ഷെഫ്. ഞാൻ നന്നായി പൂ കെട്ടുന്ന മരുമകളെ കൊണ്ടുവന്ന് തരും. കോലം ഉണ്ടാക്കുക, കോലം ഇടാ അറിയാ, പൂ കെട്ടാം. ഒരു ഉൾക്കുത്തുണ്ടല്ലോ അതില്. അതുപോലെ
ഇത് വെക്കണോ? മാല കെട്ടുന്നവരെ എന്നെ തരും. അടിപൊളി. ഇതാ, അമ്മ കാണിച്ചു കൊടുക്ക് കെട്ടണ്ട ഗീതാമ്മ. അമ്മ, അങ്ങനെ കെട്ടണേക്കാൾ കെട്ടാതിരിക്കണം. വൃത്തിയില്ല. ഇതെങ്ങനെയാ? അത് നന്നായി. ഇതെങ്ങനെയാ? നല്ലതായില്ലേ? ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ പിച്ച് പിച്ച് കെട്ടിയല്ലോ. പിച്ചി പിച്ചി ആണെങ്കിൽ ഞാൻ കെട്ടിത്തരാം. പിന്നില്ലേ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെല്ലാം നമുക്ക് കൈ നീട്ട് ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒക്കെ അങ്ങോട്ട് ഇപ്പൊ കൊടുക്കുക. അങ്ങോട്ട് കൊടുക്കാനുള്ള ഒരു മനപ്രയാസമുണ്ട്. പണ്ടൊക്കെ ചെറിയ കുട്ടികളായിരുന്നപ്പോ നമ്മൾ എല്ലാ വീട്ടിലും പോയിട്ട് കൈനീട്ടം വാങ്ങുമായിരുന്നു. ഇപ്പൊ നിൽക്കുന്നില്ലേ? ഇതുപോലെ ഒന്നുകൂടെ കട്ട് ചെയ്ത്. ഇപ്പൊ ഞാൻ അച്ഛനായി കാഴ്ച എന്താ ചെയ്യുക? എന്താ? ഒരു 11 മോനെ. അടുത്ത പ്രാവശ്യം തൊട്ട് കുഞ്ഞുലക്ഷ്മിക്ക് നടക്കണം. ഇനി എല്ലാവർക്കും കൊടുക്കലാണ്, വാങ്ങലില്ല. വാങ്ങലില്ല. വാങ്ങിയില്ലേ ഈ 19-29 വർഷം വർഷം വാങ്ങിയില്ലേ? ഇനി അങ്ങോട്ട് കൊടുക്കാൻ ശീലിക്കൂ. അപ്പൊ ഞാൻ എപ്പോഴും വാങ്ങുന്നത് കൊടുക്കാൻ ശീലിക്കൂ. ഞാൻ നമുക്ക് ഇപ്രാവശ്യം കൈനീട്ടം തരാം. ഇപ്രാവശ്യം എനിക്ക് കൈ നോട്ടം കേട്ടോ. നമുക്ക് ഫസ്റ്റ് കൈനീട്ടം കൊടുക്കാം. അതെ, ഫസ്റ്റ് തരണം. ഫസ്റ്റ് കൈനീട്ടം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് 11 രൂപ. അതൊന്നും പറയാൻ പാടില്ല. അത് എത്ര കൊടുത്താലും കൈനീട്ടാണ് അന്ന് കിട്ടിയ അത്ര കിട്ടിയാലും കൈനീട്ടാണ്. ഓക്കെ ഓക്കെ. പക്ഷെ എനിക്ക് 2 കൈനീട്ടം വേണം. എനിക്ക് വേണം. കുഞ്ഞാവിക്ക് വേണോ? കൈനീട്ടം വേണ്ടേ? ഉറങ്ങിയോ? കൈനീട്ടം വാങ്ങും നമുക്ക്. ഞങ്ങൾ എല്ലാവരുടെ അടുത്തും ചോദിച്ചു വാങ്ങും. അടുത്ത പ്രാവശ്യം ഞങ്ങൾ ചോദിച്ചു വാങ്ങും എല്ലാവരുടെ അടുത്തും. അച്ഛമ്മ കൈനീട്ടോ, അച്ഛൻ കൈനീട്ടോ, അച്ഛൻ കൈനീട്ടോ, ഞാൻ പറഞ്ഞു വിടും. ഞാൻ പറഞ്ഞു വിടും. എടാ പോടാ പോരെ. പൂക്കെട്ടി ഏകദേശം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഗീതമ്മ കൃഷ്ണനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗീതമ്മയ്ക്ക് കൃഷ്ണനെ ഒരുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ ഗീതമ്മ? പിന്നെ ആ, ഗുരുവായൂരപ്പൻ. ഗുരുവായൂരപ്പൻ്റെ ഭക്തിയാണ്. ഗീതാമ്മയ്ക്കില്ല ഗായ്സ്, എത്ര പുതിയ കൃഷ്ണനെ വാങ്ങിയാലും ഒരു പഴയ കൃഷ്ണൻ ഞങ്ങളുടെ വീട്ടിലുണ്ടേ. ആ കൃഷ്ണനെ അതെ കാണിച്ചു തരാം. ആ കൃഷ്ണനെ ഗീതാമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആ കൃഷ്ണൻ എടുത്ത ഗീതാമ്മ പറയും. കഥയുണ്ട്, കുറേ കഥയുണ്ട്. പറഞ്ഞു കൊടുക്കൂ ഗീതാമ്മ. ഇതാണ് ഗീതാമ്മയുടെ സ്വന്തം കൃഷ്ണൻ അല്ലേ ഗീതാമ്മ? കാണിച്ചു കൊടുക്കൂ. എനിക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നാണ് ഈ കൃഷ്ണനെ. ആ. അന്ന് മുതൽക്ക് ഞങ്ങളുടെ കൂടെ ഉണ്ട് ഈ കൃഷ്ണൻ. ഗീതമ്മ ഈ വിഷുവിനും ചോദിച്ചു അല്ലപ്പ ഈ കൃഷ്ണനെ പെയിന്റ് അടിച്ച് നമുക്ക് പുതിയതാക്കാൻ പറ്റുമെന്ന്. പറ്റണം. അപ്പൊ പറ്റിയില്ല, സമയക്കുറവ് കാരണം അത് നടന്നില്ല. അടുത്ത വർഷം ഞങ്ങൾ എന്തായാലും 95 മുതൽക്ക് അല്ലേ, 95 മുതൽക്ക് ഗിഫ്റ്റ് കിട്ടിയാണ് എനിക്ക്. അതൊന്നും ഞങ്ങളുടെ കൂടെ എന്നും കിടക്കണ്ട. ഇത്ര ഇത് കൊടുത്ത് വാങ്ങുക, കണ്ണനെയൊക്കെ വാങ്ങി കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് ഇവിടെ വന്ന ആദ്യത്തെ വിഷുവിനാണ് ആ കണ്ണനെ വാങ്ങിയത്. പക്ഷെ ഈ കണ്ണനാണ് ഞാൻ എന്നും കളയാനും മനസ്സില്ല. ഓക്കെ, നമുക്ക് കണ്ണനെ അങ്ങനെ കണ്ണൻ്റെ അവിടെ കയറ്റിയിരുത്താം. അങ്ങനെ ഒരുക്കങ്ങൾ ഏകദേശം കഴിയാറായി. വൈൻഡ് അപ്പ് സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കണം. ഇനി നമുക്ക് കണ്ണിയൊക്കെ ഒരുക്കിയിട്ട് നാളെ കാണാം അല്ലേ? ഓക്കെ. പിന്നെ മുത്തല്ലേ നമുക്ക് എവിടെ? ആ, ഇവിടെ അല്ലേ ഗീതമ്മ? റബ്ബർ ബാൻഡ്.
ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഓക്കെ, അങ്ങനെ പടക്കൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞു. പടക്കം പകുതിയും ഊശിപ്പോയി. ഊസിപ്പോച്ച് അമ്മയച്ഛന് റെഡി ആയിട്ടുണ്ട്. അവർ അമ്പലത്തിൽ പോയിട്ട് വരും. അമ്മാച്ച പറയൂ എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും വിഷു ആശംസകൾ. ഓക്കെ ഓക്കെ. ശരി, അമ്പലത്തിൽ പോയിട്ട് വരോ? ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കുക, എല്ലാം കൂടി കിട്ടണം. പോ, എടുത്തരാം. ബൈ ബൈ. ബൈ 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 ബൈ. ഓക്കെ. സോ ഗായ്സ്, എല്ലാവർക്കും ഹാപ്പി വിഷു. എല്ലാവരും നന്നായിട്ട് വിഷു ആഘോഷിച്ചെന്ന് വിചാരിക്കണം. ഞങ്ങൾ നല്ല കണി കണ്ടു. രാവിലെ എണീച്ച് കണി കണ്ട് പടക്കം പൊട്ടിക്കാൻ പോയി. പോസിറ്റീവ് എനർജിയാണ് ഫുള്ള്. പോസിറ്റീവ് എനർജിയിൽ പോയി പടക്കം പൊട്ടിക്കാൻ. എന്നാൽ പക്ഷേ ഇപ്രാവശ്യം പടക്കങ്ങളൊന്നും ക്വാളിറ്റിയില ഒന്നും. ഞങ്ങൾക്ക് കിട്ടിയ പടക്കം മാത്രമാണോ, നിങ്ങളുടെ പടക്കങ്ങൾ എങ്ങനെയാണെന്നൊന്ന് കമന്റ് ചെയ്യൂ. കാരണം ഒരു അമ്പിത്തിരിയും മത്താപ്പും കൊളുത്തി കഴിഞ്ഞാൽ അപ്പൊ തന്നെ കെട്ടുപോകും. ഒരു രക്ഷയില്ല. ശിവകാശി എന്ന് പറഞ്ഞ പടക്കങ്ങളൊന്നും കൊള്ളില്ല തോന്നുന്നു. അത് ഞങ്ങള് ബാക്കി പറയാൻ പറ്റില്ല. ഏതോ പടക്കം ഏതോ എന്നാ, പക്ഷെ ഒന്നിനും കൊള്ളൂല. ഒരു വാല്യൂ ഇല്ല. ചെറിയ പൈസയാണ് കുഴപ്പമില്ലെന്ന് അറിയാം. നല്ല വില കൊടുത്ത് വാങ്ങിയിട്ട് ഒരു വസ്തുവിനും കൊള്ളൂല. പിന്നെ അപ്പൊ അത് കുറച്ചൊക്കെ ഞങ്ങൾ പൊട്ടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഹാപ്പി വിഷു. അപ്പോ രാവിലെ അതെ. പിന്നെ പടക്കത്തിന്റെ ഒരു കാര്യം പറയാനുള്ളത്, ഇന്ന് ഇവിടെ സംഭവിച്ചതാണ്. ഈ പടക്കം ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് നിർത്തണം. അപ്പൊ കുറച്ച് കൂടുതലായിട്ട് ആ സ്മെല്ല് കയറിയിട്ട് വൊമിറ്റിങ് വന്നു. അപ്പൊ ഗർഭിണികൾ പ്രത്യേകം സൂക്ഷിക്കുകയും. ഞാൻ എനിക്ക് പൊട്ടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കമ്പിത്തിരിയായിരുന്നു ഞാൻ. പക്ഷെ ആ സ്മെല്ല് ഉണ്ടല്ലോ, ആ സ്മെല്ല് ചിലവർക്ക് പറ്റൂല, ഇറിറ്റേഷൻ ആവും. അപ്പൊ എത്ര നേരം വൊമിറ്റ് ചെയ്ത് ഒഴിഞ്ഞു കൊടുക്കലൊക്കെ ആയിരുന്നു. അപ്പൊ അതൊന്നും സൂക്ഷിക്കുക എല്ലാരും. പിന്നെന്താ, എല്ലാരും ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് വിഷു ആഘോഷിക്കാം. ഞങ്ങൾ എന്തായാലും രാവിലെ എണീച്ച് പടക്കൊക്കെ പൊട്ടിച്ച് പോയി കഴിഞ്ഞു. അമ്മയച്ഛനും അമ്പലത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞ് ഞങ്ങൾ കുളിച്ച് റെഡി ആയിട്ട് പുതിയ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് കാണാം. പുഷപ്പ് ഉണ്ടെങ്കിൽ കൈ തന്നെ കൊടുത്തിട്ട് നോക്കിയിരുന്നോ. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഇരിക്കോ. ഹാപ്പി വിഷു. പിന്നെ നമ്മൾ അങ്ങനെ കുറച്ച് ഫോട്ടോസ് എടുത്തു. കോൺട്രാസ്റ്റ് ഡ്രസ്സിൽ കുറച്ച് വെറൈറ്റി ഫോട്ടോഷൂട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാൻ പോയി. ഗീതമ്മ സ്പെഷ്യൽ സദ്യ ഉണ്ടായിരുന്നു, വിഷു സദ്യ. അധികം വിഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഉള്ളതുകൊണ്ട് വിഷു പോലെ. ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. അടുത്തുള്ള ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എത്രയും പെട്ടെന്ന് കാണാൻ പറ്റും. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.